ഇയാൻസി എഡ്യൂമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മാനേജ്മെന്റ് സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിരുന്നു മാനേജ്മെന്റ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തുടർന്ന ചാപ്റ്റർ നമുക്കിവിടെ അവസാനിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും മെയിൻ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും കുറെ സയന്റിസ്റ്റുമാരുടെ പേരൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവയെ നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ എടുക്കുന്നത്, ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കാണിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇംഗ്ലീഷിന്റെയും അക്കൗണ്ടൻസിന്റെയും മാനേജ്മെന്റിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പോകാം ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഡിസ്കഷനിലോട്ട്. ഏതായിരുന്നു ചാപ്റ്റർ? ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്. ഓക്കെ, നമ്മൾ അവിടെ പ്രധാനമായിട്ടും 3 തരം തിയറീസിനെ കുറിച്ച് പഠിച്ചു. എങ്ങനെയാണ് ഇത് വന്നത്? ഇത് പണ്ടുകാലം മുതൽക്കേ ഉള്ളത്. പണ്ടുകാലം മുതലേ മാനേജ്മെന്റ് ഉണ്ടെങ്കിലും ശരിയായ മാനേജ്മെന്റിന് ഒരു രൂപം കൊടുത്തത് അത് എന്തൊക്കെ ശാഖകൾ അടങ്ങിയതാണെന്നൊക്കെ കൃത്യമായി പറഞ്ഞത് ഇതിലൂടെയാണ്. ഏതൊക്കെ തിയറീസ് അടങ്ങിയിട്ടുണ്ട്? ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്. ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? നമുക്ക് ആദ്യം തന്നെ തിയറീസ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കാം. ഒന്നാമത്തേത് ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ച് ഒക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസിക്കൽ അപ്രോച്ച് നമ്മൾ 3 തിയറി പഠിച്ചു. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ആര് തന്നതായിരുന്നു? സയന്റിഫിക് മാനേജ്മെന്റ് തിയറി FW ടൈലർ. ഞാൻ അപ്പോഴേ പറഞ്ഞു FW ടൈലർ ഓർമ്മിച്ചിരിക്കുക. സയന്റിഫിക് ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ പിതാവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. then അടുത്ത് നമ്മളത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി. നമുക്ക് പ്രധാനമായിട്ടും ബിസിനസ് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, അത് എപ്പോഴും ഓർമ്മിക്കണം. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് തന്നതും then അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി തന്നതും ആരാണ്? ഹെൻറി ഫയോൾ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി നൽകിയത് ആരായിരുന്നു? ഹെൻറി ഫയോൾ. ഇതെല്ലാം എഴുതിയെടുക്കുക. ഇതൊരു എന്താണ്, ഒരു ബ്രീഫായിട്ട് നമുക്കൊരു സമ്മറി എന്ന് വേണമെങ്കിൽ പറയാം ആ ചാപ്റ്ററിൻ്റെത്. ദെൻ മൂന്നാമത്തേത് നമ്മൾ പഠിച്ചത് ബ്യൂറോക്രസി തിയറി. ആരാണ് ഡെവലപ്പ് ചെയ്തത്? മാക്സ് വെബർ. ഓക്കെ, മൂന്നാമത് നമ്മൾ പഠിച്ചത് ബ്യൂറോക്രസി തിയറി. ബ്യൂറോക്രസി തിയറി നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമുക്ക് തന്നത് മാക്സ് വെബർ. ഇത് 3 തിയറിയുമാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ വന്നത്. അവിടെ കൂടുതലും എന്താണ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കിയത് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. മാക്സ് വെബറിന്റെയും ഹെൻറി ഫയോളിന്റെയും FW ടൈലറിന്റെയും തിയറീസിലൂടെ. ദെൻ നമ്മൾ അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് പോയത് എവിടെയായിരുന്നു? നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. അവിടെ കൂടുതലും ഹ്യൂമൻ സൈഡ് അല്ലെങ്കിൽ പീപ്പിൾ സൈഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. മനുഷ്യരെ എങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, അവർക്ക് ഏതുതരം നീഡ് നമുക്ക് നൽകി കൊടുത്താൽ, അല്ലെങ്കിൽ ഏതുതരം ഫാക്ടേഴ്സ് അവർക്ക് നൽകി കൊടുത്താൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. പീപ്പിൾ സൈഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അപ്രോച്ച്. അവിടെ നമ്മൾ 2 തരം തിയറി പഠിച്ചു. ഹ്യൂമൻ റിലേഷൻസ് തിയറി. അത് ഹ്യൂമൻ റിലേഷൻസ് തിയറി ഞാൻ പഠിപ്പിച്ചതിൽ പറഞ്ഞു. ഹ്യൂമൻ റിലേഷൻസ് തിയറി എപ്പോഴും ആരുമായി റിലേറ്റഡ് ആണ്? എൽട്ടൺ മായോ. അവിടുത്തെ നമുക്ക് വേറൊരു വാക്കുകൂടെ പഠിച്ചിരുന്നു, ഹാവ്തോൺ സ്റ്റഡീസ്. ഓക്കെ, ഹാവ്തോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത് ആരായിരുന്നു? എൽട്ടൺ മായോയും അവിടെ ഗ്രൂപ്പുമായിരുന്നു. ദെൻ അടുത്ത് നമ്മൾ പഠിച്ചിരുന്നത് അടുത്ത തിയറി ബിഹേവിയറൽ സയൻസിൽ നമ്മൾ 2 തിയറി പഠിച്ചു. ബിഹേവിയറൽ സയൻസ് നമ്മൾ പഠിച്ചു 2 ഏതൊക്കെയായിരുന്നു? ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ. 2 ഫാക്ടർ തിയറി. 2 ഫാക്ടർ തിയറിയിൽ നമ്മൾ ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് നൽകിയ ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ. ഓക്കെ, അവിടെ നമ്മൾ 2 പഠിച്ചു. 2 ഫാക്ടർ തിയറി. ഈ 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് നമുക്ക് നൽകിയ തിയറി നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്നതാരായിരുന്നു? ഫ്രെഡറിക് ഹേഴ്സ്ബർഗ്. ഈ ഓരോ വാക്കും ഓർമ്മിക്കുക, ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് എന്ന സയന്റിസ്റ്റ് ആണ്. ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് സ്പെല്ലിംഗ് ഓർമ്മിക്കുക, FREDERICKHERZBERG. അടുത്ത് നമ്മൾ പഠിച്ചത് നീഡ് ഹൈറാർക്കി തിയറി. നീഡ് ഹൈറാർക്കി തിയറി നമുക്ക് പല തലങ്ങളുള്ള നീഡ്സിനെ കുറിച്ച് പറഞ്ഞു. ആദ്യം നമ്മൾ ബേസിക് നീഡ്സ്, ദെൻ എന്തായിരുന്നു സേഫ്റ്റി നീഡ്സ്, ദെൻ സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് നമ്മൾ പഠിച്ചു. ആ നീഡ് ഹൈറാർക്കി തിയറി നമുക്ക് നൽകിയത് എബ്രഹാം മാസ്ലോ.
ഓക്കെ, ഇത് ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ പഠിച്ചത്. പിന്നെ ഇനിയുണ്ട് ഒരു തിയറി കൂടെ, തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് ആൻഡ് തിയറി വൈ ആര് നൽകിയതായിരുന്നു? തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഇവിടെ നമ്മൾ ഏതാണെന്ന് പറഞ്ഞത്, തിയറി എക്സിലുള്ള കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയീസിനെ എപ്പോഴും നമ്മൾ നിർബന്ധിപ്പിക്കണം ജോലി ചെയ്യാനാണ്. അവർക്ക് എപ്പോഴും അടുത്തൊരു മേൽനോട്ടം വഹിക്കാൻ സൂപ്പർവൈസർ ഉണ്ടാവണം. അവർ പറഞ്ഞതേ അവർ ചെയ്യത്തുള്ളൂ. പിന്നെ അവർക്ക് അധികം ആഗ്രഹങ്ങളൊന്നുമില്ല, ബേസിക് നീഡ്സ് മാത്രം അച്ചീവ് ചെയ്താൽ മതി. എപ്പോഴും മടിയന്മാരാണ് ഇവർ നമ്മൾ പുറകെ ഉന്തി തള്ളി വരണം ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, ആ ഗ്രൂപ്പാണ് തിയറി എക്സിൽ വരുന്നത്. തിയറി വൈ അങ്ങനെയല്ല, അവർ ആക്റ്റീവായിട്ട് അവിടെ ജോലി അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ സ്വയം മനസ്സിലാക്കി ജോലി ചെയ്യുന്ന ഗ്രൂപ്പാണ് തിയറി വൈ. അപ്പൊ ഈ തിയറി നമുക്ക് തന്നത് മെയ്ഗ്രിഗർ, ഡഗ്ലസ് മെയ്ഗ്രിഗർ എന്ന സയന്റിസ്റ്റ് ആണ് നമുക്ക് തിയറി എക്സ് ആൻഡ് തിയറി വൈ നമുക്ക് തന്നത്. അടുത്ത് നമ്മൾ പഠിച്ചത് എന്താണ്, കഴിഞ്ഞ തൊട്ട് മുമ്പിലുള്ള ക്ലാസ്സിൽ നമ്മൾ മോഡേൺ അപ്രോച്ച് പഠിച്ചു. മോഡേൺ അപ്രോച്ച് നമ്മൾ 2 തിയറി പഠിച്ചു. 2 തിയറി ഏതൊക്കെയായിരുന്നു? സിസ്റ്റംസ് തിയറി ആൻഡ് കണ്ടിജൻസി തിയറി. ഓക്കെ, അടുത്ത് നമ്മൾ മോഡേൺ അപ്രോച്ചിൽ ഇതെല്ലാം എഴുതിയെടുക്കുക. നിങ്ങൾ നോട്ടിൽ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ മൊത്തം മനസ്സിലാക്കാൻ സാധിക്കും. മോഡേൺ അപ്രോച്ച് പ്രകാരം നമ്മൾ 2 തിയറി പഠിച്ചു. സിസ്റ്റംസ് തിയറി ആൻഡ് കണ്ടിജൻസി തിയറി. കണ്ടിജൻസി തിയറി നമ്മൾ പഠിച്ചു. ദെൻ സിസ്റ്റംസ് തിയറി നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിലില്ല. നമ്മുടെ നെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ സിസ്റ്റംസ് തിയറിയുടെ ഉപജ്ഞാതാവെന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പേര് കിട്ടുന്നുണ്ട്, ലൂഡ്വിഗ് വോൺ. ഓക്കെ, ലൂഡ്വിഗ് ഓൺ എന്ന സയന്റിസ്റ്റ് ആണ് സിസ്റ്റംസ് തിയറി കണ്ടുപിടിച്ചത്. നമ്മൾ പറഞ്ഞിരുന്നു സിസ്റ്റം തിയറി എന്ന് പറഞ്ഞാൽ പലയിടത്തും വിഭജിക്കപ്പെട്ട് കിടക്കേണ്ട ഒരു ബിസിനസ് സ്ഥാപനമല്ല, എല്ലാവരും കൂടെ ഒരുമയോടെ പ്രവർത്തിക്കേണ്ടത്, എല്ലാവരും ഒറ്റ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, ചിന്നിച്ചിതറി കിടക്കരുത്, എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടാണ് നിൽക്കേണ്ട ഒരിതാണ് സിസ്റ്റംസ് തിയറി എന്ന് പറഞ്ഞത്. ദെൻ കണ്ടിജൻസി തിയറി നമ്മളവിടെ 2 പേര് പറഞ്ഞു. ആരാണ്? ജോവാൻ വുഡ്വാർഡും പറഞ്ഞു. ദെൻ ഫ്രെഡ് എഡ്വേർഡ് ഫീഡ്ലർ എന്നും പറഞ്ഞു. 2 പേരുടെ പേര് പറഞ്ഞു കണ്ടിജൻസി തിയറി. ആദ്യം ജോവാൻ വുഡ്വാർഡ് എന്താ ചെയ്തത്? അവരാണ് ഒരു 100 സ്ഥാപനങ്ങളെ ഇന്റർവ്യൂ നടത്തി അവിടെ ബെറ്റർ ബിസിനസ് സ്ഥാപനം ഏതാണ്, ആവറേജ് ബിസിനസ് സ്ഥാപനം, ദെൻ ബിലോ ആവറേജ് പെർഫോമിംഗ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ജോവാൻ വുഡ്വാർഡ് എന്ന പേര് നമ്മൾ അവിടെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തത്. രണ്ടാമത്തേത് നമ്മൾ ചെയ്തത് ആരായിരുന്നു? ഫ്രെഡ് ഫീഡ്ലർ. ഓക്കെ, ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്ന തിയറിയുടെ സമ്മറി എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് നോക്കാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്കിതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വരുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ഉത്തരം പറയുക. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കത്തേ ഉള്ളൂ, ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞെന്നർത്ഥം. നമുക്കിനി ഇത് അധികം കൂടുതൽ ദിവസം വച്ചിരിക്കേണ്ട കാര്യമില്ല. ഓരോ സമയത്തും ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോണു, ഹു ഈസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ആരാണ് ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ പിതാവ്? ഓക്കെ, സയന്റിഫിക് ഞാൻ കുറെ നാളോട് പറയുന്നുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റ് പിതാവ് ആരാണ്? FW ടൈലർ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹു ഈസ് ദ ഫാദർ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഹു ഈസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ആരാണ് പിതാവ്? സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് FW ടൈലർ. മനസ്സിലായി എഴുതിയെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, വിച്ച് ആർ ദ ഓൾഡസ്റ്റ് തിയറീസ് ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് തിയറീസിൽ ഏറ്റവും പഴയത് ഏത് തരം തിയറിയാണ്? വിച്ച് ആർ ദ ഓൾഡസ്റ്റ് തിയറീസ് ഓഫ് മാനേജ്മെന്റ്? ഏതാണ്? നമ്മൾ 3 തരം അപ്രോച്ച് പഠിച്ചു. നമ്മുടെ മാനേജ്മെന്റ് തിയറീസ് നമ്മൾ 3ആയി തരംതിരിച്ചു: ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ. ഇതിൽ ഏറ്റവും പഴയത് ഏതാണ്? ക്ലാസിക്കൽ അപ്രോച്ച്. അപ്പൊ രണ്ടാമത്തേത് ഓൾഡസ്റ്റ് തിയറി ഓഫ് മാനേജ്മെന്റ് ഏതാണ്? ക്ലാസിക്കൽ. ഓക്കെ, അത് എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഞാൻ ചോദിച്ചത്? വിച്ച് ആർ ദ ഓൾഡസ്റ്റ് തിയറീസ് ഓഫ് മാനേജ്മെന്റ്? ആൻസർ എന്താണ്? ക്ലാസിക്കൽ അപ്രോച്ച്. ദെൻ മൂന്നാമത്തേത്, സയന്റിഫിക് മാനേജ്മെന്റ് ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദ ഡാഷ് ലെവൽ. സയന്റിഫിക് മാനേജ്മെന്റ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏത് ലെവലിലുള്ള എംപ്ലോയീസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനാണ്? ഞാൻ പറഞ്ഞു. ആൻസർ എന്താണ്? ഷോപ്പ് ഫ്ലോർ ലെവൽ ഓർ ലോവർ ലെവൽ. 2 കറക്റ്റ് ആണ്. ഷോപ്പ് ഫ്ലോർ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ
ലോവർ ലെവലിന് താഴെയുള്ള വർക്കേഴ്സിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, അവരുടെ കാര്യക്ഷമത, അവരുടെ കാര്യശേഷി കൂട്ടാൻ വേണ്ടിയാണ് സയന്റിഫിക് മാനേജ്മെന്റ് കൂടുതലായി ഫോക്കസ് ചെയ്തത്. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് കൂടുതലായി ഫോക്കസ് ചെയ്തത്, സയന്റിഫിക് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്തത് എന്ത് ഇൻക്രീസ് ചെയ്യാനാണ്? To increase the operational efficiency of the employees at a shop floor level. Shop floor level. Okay. Then അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Who is known to be the father of modern management അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പിതാവ്? മോഡേൺ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് തന്നതാണ്. ഇത് എല്ലാം എഴുതിയെടുക്കുക ക്വസ്റ്റ്യനിലൂടെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചോദിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് നൽകിയത് ആരാണ്? ദെൻ മോഡേൺ മാനേജ്മെന്റ് പിതാവ് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം എന്നേ ഉള്ളൂ, ഹെൻറി ഫയോൾ. ഓക്കെ, മോഡേൺ മാനേജ്മെന്റ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആരാണ്? ഹെൻറി ഫയോൾ. HENRYFAYOL. ഹെൻറി ഫയോൾ ആണ് മോഡേൺ മാനേജ്മെന്റ് പിതാവ്. നമ്മൾ അടുത്ത് പഠിച്ച ഒരു തിയറിയാണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് വാസ് ഡെവലപ്പ് ചെയ്തത്. ആരാണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്? ബ്യൂറോക്രസി. ഓക്കെ, ഓർമ്മയുണ്ടോ? ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് മാക്സ് വെബർ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹു ഡെവലപ്ഡ് ദ തിയറി ഓഫ് ബ്യൂറോക്രസി? ആരാ ഡെവലപ്പ് ചെയ്തത്? മാക്സ് വെബർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഈറ കാലഘട്ടം. ഈറ മീൻസ് കാലഘട്ടം. എന്താണ്? പീരീഡ് ഓഫ് ഹ്യൂമാനിസം. അപ്പൊ ഹ്യൂമാനിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. മനുഷ്യർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന, മനുഷ്യവശത്തെ കുറിച്ച് കൂടുതൽ പഠിച്ച കാലഘട്ടമായിരുന്നു ഏതാണ്? നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. നിയോ ക്ലാസിക്കൽ തിയറിയിൽ ആദ്യം മനുഷ്യരെ ഇങ്ങനെ വെറുതെ മെഷീനെ പോലെ പണിയെടുപ്പിച്ചിരുന്നു, എങ്ങനെയെങ്കിലും പ്രൊഡക്ടിവിറ്റി കൂടുകയായിരുന്നു. പക്ഷെ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ എൽട്ടൺ മായോയും ഡഗ്ലസ് മാഗ്രിഗറും അവരൊക്കെ എല്ലാവരും എന്തിനു തയ്യാറെടുത്തു? പീപ്പിൾസ് ഏരിനെ കുറിച്ച് പഠിപ്പിച്ചു, മനുഷ്യത്വത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചു. ആ കാലഘട്ടത്തിന് പറഞ്ഞ പേരാണ് ഈറ ഓഫ് ഹ്യൂമനിസം. അതെവിടെ വന്നതാണ്? നിയോ ക്ലാസിക്കൽ തിയറി. ഓക്കെ, ഹ്യൂമാനിസം മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യവശം, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. നിയോ ക്ലാസിക്കൽ തിയറീസ് ആണ് ഈ ഹ്യൂമാനിസത്തെ കുറിച്ച് കൂടുതലായി പഠിച്ചിരുന്നത്. അടുത്ത പറഞ്ഞത് ഹാവ്തോൺ സ്റ്റഡീസ് കണ്ടക്ടഡ് ഇൻ ഹാവ്തോൺ പ്ലാൻ. ഞാൻ പറഞ്ഞിരുന്നു ഹാവ്തോൺ സ്റ്റഡീസ്, അതായത് അവർ ആ എക്സ്പെരിമെന്റ്സ് നടത്തിയത് എവിടെയായിരുന്നു? ഹാവ്തോൺ പ്ലാന്റ് ആണ്. ഏത് കമ്പനിയുടെ ആണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാവ്തോൺ സ്റ്റഡീസ് കണ്ടക്ടഡ് ഇൻ ഹാവ്തോൺ പ്ലാന്റ് ഓഫ് ഡാഷ് കമ്പനി. വിച്ച് കമ്പനി? അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏത് കമ്പനിയാണ്? വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി. അപ്പോ ഹാവ്തോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത് ഏത് കമ്പനിയിൽ വെച്ചാണ്? വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലെ ഹാവ്തോൺ പ്ലാന്റിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഹാവ്തോൺ സ്റ്റഡീസ് അല്ലെങ്കിൽ ഹാവ്തോൺ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തത് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി. ഓക്കെ, വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിൽ വെച്ചാണ്. അവിടെ നമുക്ക് എൽട്ടൺ മായോയും ഗ്രൂപ്പും കുറെ സ്റ്റഡി, നമ്മുടെ ഇലൂമിനേഷൻ സ്റ്റഡീസ്, നമ്മൾ ബാങ്ക് വെയറിംഗ്, റെസ്റ്റ് റൂം, മാസ് ഇന്റർവ്യൂ എന്നൊക്കെ നമ്മൾ കുറെ എക്സ്പെരിമെന്റ്സ് പഠിച്ചു. അതെല്ലാം കണ്ടക്ട് ചെയ്ത കമ്പനിയുടെ പേരെന്താണ്? വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അക്സെപ്റ്റൻസ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ആരാണ് അക്സെപ്റ്റൻസ് തിയറി? എന്താണ് അക്സെപ്റ്റൻസ് തിയറി? ഒരു സുപ്പീരിയറിന്റെ അതോറിറ്റി അത് ആര് അക്സെപ്റ്റ് ചെയ്യണം? സബോർഡിനേറ്റ് അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു മേലധികാരി, ഒരു സുപ്പീരിയർ പറയുന്ന കാര്യങ്ങൾ സബോർഡിനേറ്റ് അനുസരിക്കണമെങ്കിൽ ഈ സുപ്പീരിയറിന്റെ അധികാരത്തിന് അയാൾ അംഗീകരിക്കണം. ആ അംഗീകരിച്ചാൽ മാത്രമേ, ഞാൻ പറഞ്ഞത് എന്റെ സ്റ്റുഡൻസ് അംഗീകരിക്കണം അല്ലെങ്കിൽ അവരത് അനുസരിക്കണമെങ്കിൽ അവരെന്റെ അതോറിറ്റീനെ അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സുപ്പീരിയർ പറയുന്ന ജോലികൾ സബോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ സബോർഡിനേറ്റ്സ് സുപ്പീരിയറിന്റെ അതോറിറ്റി അംഗീകരിക്കണം. ഓക്കെ, ആ തിയറി തന്നതാരാണ്? അക്സെപ്റ്റൻസ് തിയറി തന്നതാരാണ്? ചെസ്റ്റർ ബെർണാഡ്. അടുത്ത നമ്മൾ പഠിച്ചത് അക്സെപ്റ്റൻസ് തിയറി. അക്സെപ്റ്റൻസ് തിയറി ആര് നൽകിയതാണ്? ഹു ഡെവലപ്ഡ് ദ തിയറി ഓഫ് അക്സെപ്റ്റൻസ്? ചെസ്റ്റർ ബെർണാഡ്. ഓരോന്നും എഴുതി വച്ച് പഠിക്കുക. ചെസ്റ്റർ ബെർണാഡ് നൽകിയ തിയറിയാണ് അക്സെപ്റ്റൻസ് തിയറി. നേരത്തെ നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു തിയറി പഠിച്ചു, തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് ആൻഡ് തിയറി വൈ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നെഗറ്റീവും പോസിറ്റീവ് അല്ലെങ്കിൽ പെസിമിസ്റ്റും ഓപ്റ്റിമിസ്റ്റും എന്ന് പറയാം. തിയറി എക്സ് ആൻഡ് തിയറി വൈ എല്ലാ കാര്യവും ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഗ്രൂപ്പാണ് തിയറി വൈ. ദെൻ എല്ലായ്പ്പോഴും മടി കാണിക്കുന്നവരാണ് തിയറി എക്സ് കാറ്റഗറി ഉള്ളത്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു? ഓർമ്മയുണ്ടോ?
എന്ന് പറഞ്ഞേ, ആരാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ ഡെവലപ്പ് ചെയ്തത്? ഡഗ്ലസ് മേക്ക് ഗ്രിഗർ. ഓക്കെ, മറക്കരുത്, ഡഗ്ലസ് മേക്ക് ഗ്രിഗർ. ഇവരാണ് നമ്മുടെ സെക്കൻഡ് എന്താണ് തിയറി എക്സ് ആൻഡ് തിയറി വൈന്റെ എന്താണ് ഡെവലപ്പ് ചെയ്തത്. ആര്? ഡഗ്ലസ് മേക്ക് ഗ്രിഗർ. അടുത്ത നമ്മൾ വളരെ കൂടെ ചേർത്ത് പഠിച്ച ഒരു തിയറി ആയിരുന്നു ടു ഫാക്ടർ തിയറി, ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ തിയറി. ഓക്കെ, ടു ഫാക്ടർ തിയറി ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു? ടു ഫാക്ടർ തിയറി പറഞ്ഞ പെട്ടെന്ന്. ടു ഫാക്ടർ തിയറി ഡെവലപ്ഡ് ബൈ ഫ്രെഡറിക് ഹെർസ്ബർഗ്. ഫ്രെഡറിക് ഹെർസ്ബർഗ്. Two factor theory. Okay, satisfiers and dissatisfiers. ഫ്രെഡറിക് ഹെർസ്ബർഗ് ആണ് ടു ഫാക്ടർ തിയറി ഡെവലപ്പ് ചെയ്തത്. അവിടെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ടു ഫാക്ടർ തിയറിയിലെ മോട്ടിവേറ്റേഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ രണ്ട് മോട്ടിവേറ്റേഴ്സിനെ കുറിച്ച് പറയാൻ പറയും. നമ്മൾ ടു ഫാക്ടർ തിയറിയിൽ രണ്ടെണ്ണം പഠിച്ചു, രണ്ട് ഫാക്ടർ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? മോട്ടിവേറ്റേഴ്സ് ആൻഡ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് പറഞ്ഞു. രണ്ട് മോട്ടിവേഷൻ ഫാക്ടേഴ്സ്, നമ്മളന്ന് കുറെ ഫാക്ടേഴ്സ് പഠിച്ചാലും മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എഴുതി വെച്ചോളൂ. റെക്കഗ്നിഷൻ, എല്ലാവരും നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതൊരു മോട്ടിവേഷൻ ഫാക്ടർ ആണ്. ദെൻ ചലഞ്ചിങ് ജോബ് നമ്മളെ ഏൽപ്പിക്കുക എന്നുള്ളൊരു മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആണ്. ദെൻ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ്, പുതിയ പുതിയ ഐഡിയാസ് ഉള്ള പ്രോജക്റ്റിൽ പങ്കെടുപ്പിക്കുക, അത് നമ്മുടെ ഒരു മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ്. ദെൻ പേഴ്സണൽ ഗ്രോത്ത്. ഈ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് നമ്മൾ അന്ന് പഠിച്ചു വേറൊരു പേരുടെ, എന്താണ്? സാറ്റിസ്ഫയേഴ്സ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പഠിച്ചു. എഴുതി വെക്കുക. ഈ ടു മോട്ടിവേഷൻ ഫാക്ടേഴ്സ് നമ്മുടെ ടു ഫാക്ടർ തിയറിയിലെ ഒരു ഘടകമാണ് മോട്ടിവേഷൻ ഫാക്ടർ. അതിൽ വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? റെക്കഗ്നിഷൻ, ദെൻ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, പാർട്ടിസിപ്പേഷൻ ഇൻ ചലഞ്ചിങ് ജോബ്, ദെൻ ഇന്നോവേറ്റീവ് പ്രോജക്ട്, പേഴ്സണൽ ഗ്രോത്ത്. ഇതെല്ലാം പറയുന്നത് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആണ്. ഇത് നമുക്ക് ഉണ്ടെങ്കിൽ വി ആർ സാറ്റിസ്ഫൈഡ്. ഓക്കെ, ബിസിനസ് സ്ഥാപനം ഇതിന് ആവശ്യമുള്ള പരിഗണന നൽകുന്നുണ്ടെങ്കിൽ, ഇത്തരം എംപ്ലോയീസ് നൽകുന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഘടകങ്ങളെ സാറ്റിസ്ഫയേഴ്സ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. അടുത്ത നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചോദിക്കാം, എന്തായിരിക്കാം ടു ഹൈജീൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എന്താണ്? റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഇൻഷുറൻസ് പോളിസീസ്. ഓക്കെ, ഇതെല്ലാം ഇൻഷുറൻസ് പോളിസി, ഹൈജീൻ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഏതാണ്? നമ്മുടെ എന്താണ് ഡിസാറ്റിസ്ഫയേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് പോളിസി, നമ്മൾ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പഠിച്ചിരുന്നു. എല്ലാം എഴുതി വെക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം, വിച്ച് തിയറി എംഫസിസ് ഓൺ ഈക്വൽ ഓൺ മെൻ ആൻഡ് മെഷീൻ. മനുഷ്യർക്കും മെഷീനും ഒരേ പരിഗണന നൽകുന്നത് ഏത് തിയറി ആയിരുന്നു? ഇന്ന് നമ്മൾ പഠിച്ചാണ്. ഏതാണ്? മോഡേൺ അപ്രോച്ച്. ഓക്കെ, ഈക്വൽ എംഫസിസ്, രണ്ട് കൂട്ടർക്കും പ്രാധാന്യം ഒരേപോലെ നൽകുന്നു, മനുഷ്യവശത്തിന് നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഈക്വൽ എംഫസിസ്, മെൻ ആൻഡ് മെഷീൻ, മനുഷ്യർക്കും മെഷീനിനും ഒരേ പ്രാധാന്യം നൽകുന്ന തിയറി ഏതാണ്? തിയറി ആയിരുന്നു? മോഡേൺ അപ്രോച്ച്. നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചതേ ഉള്ളൂ, മോഡേൺ അപ്രോച്ച്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ചോദിക്കാവുന്നതാണ്, എ യൂണിഫൈഡ് ഹോൾ, ഒരുമയുള്ള ഒരൊറ്റ സിസ്റ്റം ഇൻസ്റ്റെഡ് ഓഫ് ഫ്രാഗ്മെന്റഡ് യൂണിറ്റ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചെതിരി കിടക്കുന്ന പല സെഗ്മെന്റിനേക്കാളും നല്ലതാണ് ഒരൊറ്റ സിസ്റ്റമായിട്ട് മാറുക, ഒറ്റ യൂണിറ്റ് ആയിട്ട് മാറുക. അതിനെ പറഞ്ഞ ഏത് തിയറിയാണ് അതിനെ വിശദീകരിച്ചത്? ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പല ഡിപ്പാർട്ട്മെന്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി കിടക്കേണ്ടതല്ല, വേർതിരിച്ച് കിടക്കേണ്ടതല്ല. ഇന്റർ റിലേറ്റഡ് യൂണിറ്റ്സ് എല്ലാം, ഇന്റർ ഡിപ്പെൻഡന്റ് യൂണിറ്റ്സ് എല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് ഒരൊറ്റ യൂണിഫൈഡ് ഹോളായി മാറുക. ആ സിസ്റ്റത്തിന് ആ തിയറി പറഞ്ഞ പേര് സിസ്റ്റംസ് തിയറി. യൂണിഫൈഡ് ഹോൾ, യൂണിഫൈഡ് ഹോൾ ആയ തിയറി ഏതാണ്? സിസ്റ്റംസ് തിയറി. സിസ്റ്റംസ് തിയറി. then അടുത്ത നമുക്ക് നോക്കാം, മാനേജറിയൽ ആക്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ ഡിസൈൻ മസ്റ്റ് ബി അപ്രോപ്രിയേറ്റ് ടു ദ ഗിവൺ സിറ്റുവേഷൻ. ബിസിനസ് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിന്റെ ഡിസൈനും ഏതിന് അനുയോജ്യമായിരിക്കണം? നമ്മുടെ സ്ഥാപനത്തിന് അപ്പോഴത്തെ ചുറ്റുപാടിനനുസരിച്ച്, അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അനുയോജ്യമായിരിക്കണം എന്ന് പഠിപ്പിച്ച തിയറി ഏതായിരുന്നു? അപ്രോപ്രിയേറ്റ് ടു ദ ഗിവൺ സിറ്റുവേഷൻ. ഏത് തിയറി ആയിരുന്നു? കണ്ടിജൻസി തിയറി അല്ലെങ്കിൽ സിറ്റുവേഷണൽ തിയറി. ഏതായിരുന്നു? അപ്രോപ്രിയേറ്റ് ടു എ ഗിവൺ സിറ്റുവേഷൻ. ഗിവൺ സിറ്റുവേഷൻ ഏത് തിയറി ആയിരുന്നു? കണ്ടിജൻസി, അതല്ലെങ്കിൽ വേറൊരു പേരുടെ നമ്മൾ പഠിച്ചു, സിറ്റുവേഷണൽ തിയറി. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യം. ഇവിടെ നമുക്ക് എപ്പോഴും എന്താണ് വരുന്നത്? മാത്സ് ഫോളോയിങ് വരാറുണ്ട്.
ഓക്കെ, മാത്സ് ഫോളോയിങ് എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് മാത്സ് ഫോളോയിങ് വരുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കാം. മാത്സ് ഫോളോയിങ് വരുന്നത് തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് ആൻഡ് തിയറി വൈ, ഞാൻ എ പാർട്ടാണ് എഴുതുന്നത് നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി. തിയറി എക്സ് ആൻഡ് തിയറി വൈ. ദെൻ അടുത്ത് ഹാവ്തോൺ സ്റ്റഡീസ്. Then scientific management. അടുത്തതാണ് കണ്ടിജൻസി തിയറി. ഓക്കെ, ഇതിപ്പോ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, കണ്ടിജൻസി തിയറി. ഇവിടെ ഞാൻ എ പാർട്ടിൽ 4 തരം തിയറിയെ കുറിച്ച് പറഞ്ഞു. ദെൻ ഇവിടെ ഞാൻ എന്താണ് ബി പാർട്ട് എഴുതാൻ പോവാണ്. ബി പാർട്ടിൽ ഞാൻ എഴുതാൻ പോകുന്നത് ജോവാൻ വുഡ്വാർഡ്. അടുത്ത് ഞാൻ എഴുതാൻ പോകുന്നത് എഫ്.ഡബ്ല്യു. ടൈലർ. അടുത്തത് മാക്ഗ്രിഗർ. ദെൻ എൽട്ടൺ മായോ. ഇങ്ങനെ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം തിയറി എക്സ് ആൻഡ് തിയറി വൈ ആര് ഡെവലപ്പ് ചെയ്ത തിയറി ആയിരുന്നു? തിയറി എക്സ് ആൻഡ് തിയറി വൈ ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു? മാക്ഗ്രിഗർ. ഡഗ്ലസ് മാക്ഗ്രിഗർ ആണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ ഡെവലപ്പ് ചെയ്തത്. അടുത്ത ഹാവ്തോൺ സ്റ്റഡീസ് ആര് കണ്ടക്ട് ചെയ്തതാണ്? അത് ഓർമ്മിക്കുക, എൽട്ടൺ മായോയാണ് ഹാവ്തോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. സയന്റിഫിക് മാനേജ്മെന്റ് ആരായിരുന്നു? എഫ്.ഡബ്ല്യു. ടൈലർ. ദെൻ കണ്ടിജൻസി തിയറി എന്തായിരുന്നു? ജോവാൻ വുഡ്വാർഡ്. അല്ലെങ്കിൽ വേറൊരു പേര് നമുക്ക് അവിടെ ഓർമ്മിക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തരുന്നത്? ഫ്രെഡ് ഫീഡ്ലർ കൂടെ അവിടെ വരുന്ന ഒരു പേരാണ്. അതാണ് കണ്ടിജൻസി തിയറിയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇത്രയാണ് ഏകദേശം ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. നന്നായി പഠിക്കുക. ഇതുപോലെ പലതരത്തിലുള്ള നമുക്ക് അപ്രോച്ചസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽഡ്. ഇനി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങും. നമ്മുടെ മാനേജ്മെന്റിന്റെ 3ാമത്തെ പാഠം തുടങ്ങും. അതുവരെ കാത്തിരിക്കുക. നമുക്ക് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, താങ്ക് യു. നല്ലൊരു ദിവസം നേരുന്നു.